നമ്മുടെ 2025 SSC വിളിച്ചിട്ടുണ്ടായിരുന്ന SSC CPO, അതായത് BSF, CRPF, CISF തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണിത്. സോ അതിന് മുൻപായിട്ട് പറയട്ടെ, നമ്മുടെ SSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ നേവിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് സൈറ്റിൽ നേവിൻ്റെ അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ സൈറ്റാണിത്. ഇപ്പോൾ നേവിൻ്റെ MR, അതുപോലെ തന്നെ SSR, പിന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകൾ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ്. MR എടുത്ത് പറയാൻ കാരണം അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ബാക്കിയുള്ളതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ സൈറൻ്റെ ക്ലാസ്സും ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് റിസൾട്ട് അതിൻ്റെ റിലീസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. 30-ാം തീയതി അപ്ഡേറ്റ് വന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ കാര്യം അപ്ഡേറ്റ് ചെയ്തതാണ്. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് ഈ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട് കേട്ടോ. എല്ലാ അപ്ഡേറ്റുകളും വേഗം അറിയാൻ വാട്സപ്പ് ചാനൽ എന്ന് പറഞ്ഞൊരു ലിങ്ക് ലഭിക്കും. അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ SSCൻ്റെ വെബ്സൈറ്റ് ലിങ്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൊമൈൻ, അതായത് ssc.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കയറാം. സോ ഇവിടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ ഫീമെയിൽസിൻ്റെ ലിസ്റ്റാണ്. ലിസ്റ്റ് 1 ആയിട്ട് ഫീമെയിൽസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് മെയിൽസിൻ്റെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും കട്ട് ഓഫും കാര്യങ്ങളും ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് നോക്കാം. എത്രയാണ് കട്ട് ഓഫ് വരുന്നത് കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫീമെയിൽസിന് വന്നിട്ടുള്ളത് 128 മാർക്കാണ് കട്ട് ഓഫ്. ജനറൽ മാത്രമേ നോക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. 128 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. മെയിൽസിന് വന്നിട്ടുള്ളത് 119 കട്ട് ഓഫ് വന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ മെയിൽസ് 44,067 കുട്ടികളിൽ കൂടുതൽ മെയിൽസ് മാത്രം ഈ ലിസ്റ്റിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 127 മാർക്ക് കുറച്ച് കൂടുതലാണ് അവർക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ വിവരങ്ങൾ നിങ്ങളെടുത്ത് പറയാനായിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ 228 പേരാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത്. 44,000 കൂടുതൽ ആൺകുട്ടികളും 4,000 കൂടുതൽ പെൺകുട്ടികളും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടമായിട്ട് ഫിസിക്കലിന് ഇവർ എലിജിബിൾ ആയിരിക്കും. സോ ഇനി ചെയ്യേണ്ടത് ബാക്കിൽ വന്നിട്ട് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ. ഫീമെയിൽസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. മെയിൽസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. മെയിൽസിന് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത്, കാരണം ഒരുപാട് പേര് മെയിൽസിലുണ്ട്. വലിയൊരു ഫയലാണ്, ലോഡാവാൻ അല്പം സമയം എടുക്കുന്നതായിരിക്കും. ലോഡായിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ലോഡാക്കി എടുത്ത് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 884 പേജുകളിലായിട്ടാണ് ഈ PDF പേജ് വന്നിട്ടുള്ളത്. റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഉദ്യോഗാർത്ഥികൾ വന്നതിൻ്റെ ബേസിൽ നമ്പർ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ മൊത്തം 44,000 കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ വന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെയായിട്ട് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് ലാസ്റ്റ് പേജ് കാണാം. സോ ടോട്ടലി നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും 44,058 പേര് ആൺകുട്ടികളിൽ ഇവിടെ ലിസ്റ്റിൽ വന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും പേര് വന്നിട്ടുണ്ട്. സോ അടുത്ത സ്റ്റേജ് ഇതാണ്, നമ്മുടെ ഫിസിക്കലാണ് നടക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തായി ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. SSCൻ്റെ സൈറ്റിൽ കയറി ഈ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ ഈ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് PDF ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടോപ്പിൽ നിങ്ങളുടെ റോൾ നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. പേര് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫാദറിൻ്റെ നെയിം എന്ന് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് റോൾ നമ്പർ സെർച്ച് ചെയ്ത് നോക്കുന്നതാണ്. അല്ലെങ്കിൽ റോൾ നമ്പറിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ വെച്ചിട്ട് നിങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പോൾ 160, 162 ഇല്ല, 163 വന്ന് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട.